ഹായ്, നമുക്കിന്ന് ബെൽഫാസ്റ്റിൽ നിന്നും ലിസ്ബണിലേക്ക് ഒരു ട്രെയിൻ യാത്ര നടത്തിയാലോ? 185 വർഷത്തെ പാരമ്പര്യമാണ് ബെൽഫാസ്റ്റ് ട്രെയിൻ ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത്. ബെൽഫാസ്റ്റിൻ്റെ ആദ്യത്തെ റെയിൽവേ ടെർമിനലാണ് ഗ്രേറ്റ് വിക്ടോറിയ സ്ട്രീറ്റ് ടെർമിനൽ. 1939 ബെൽഫാസ്റ്റിൽ നിന്നും ലിസ്ബണിലേക്കുള്ള ട്രെയിനുകൾ ആരംഭിച്ചുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കം. ഇത് യഥാർത്ഥത്തിൽ അയർലൻഡിലെ രണ്ടാമത്തെ റെയിൽവേ ലൈനാണ് കേട്ടോ. നമ്മുടെ ഗ്രേറ്റ് വിക്ടോറിയ സ്റ്റേഷൻ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അതൊരു 200 വർഷം പാരമ്പര്യമുള്ള സ്റ്റേഷനാണ്. അതിൻ്റെ ഒരു പുനർപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുന്നത്. അത് BBC ന്യൂസിലൊക്കെ വന്നായിരുന്നേ. നമ്മൾ വേറൊരു കുഞ്ഞ് സ്റ്റേഷനിലാണ് കയറുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഈ വെൻഡിങ് മെഷീൻ്റെ പേരാണ് ട്രാൻസ്ലിങ്ക് പ്രീപേ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ. നമുക്ക് ടിക്കറ്റ് ഇതിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ലിങ്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് എടുക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് അറ്റൻഡേഴ്സ് വരുമ്പം ട്രെയിനകത്തുനിന്ന് ടിക്കറ്റ് എടുക്കാം. ഇത് കണ്ടോ, ഓട്ടോമാറ്റിക് ഡോർസാണ് എല്ലാ ട്രെയിനിനും ഉള്ളത്. ട്രാക്ക് നമ്മുടെ നാട്ടിലെ സെയിം ട്രാക്കാണ്, പക്ഷേ ഇത് ട്രെയിനെല്ലാം നല്ല ഫെസിലിറ്റി ഉള്ള ഹൈ ക്ലാസ് പുതിയ പാറ്റേൺ ആയിട്ടുള്ള ട്രെയിനുകളാണ് ഉള്ളത്. നമുക്ക് സീറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ, ബെഡില്ല. കാരണം മാക്സിമം ഒരു 2 hours ജേർണി ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബെഡിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് അടുത്ത മിസ്സിങ് ആയിട്ടുള്ള കാര്യം, ട്രെയിനകത്ത് ഫുഡ് സർവീസ് ഇല്ല, ടോയ്ലറ്റ് സർവീസ് ഇല്ല. ഫുഡ് സർവീസ് ഇല്ലാത്തത് നമുക്ക് നമ്മുടെ നാട്ടിലെ ചായ കാപ്പി ആ ഒരു ഫെസിലിറ്റി ഇല്ല. അതൊരു പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ടോയ്ലറ്റ് സർവീസും ഇല്ല, പക്ഷേ ഓരോ സ്റ്റേഷനും ഒരു 20 minutes ഒക്കെ ഉള്ളൂ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേഷനിലും നമുക്ക് ടോയ്ലറ്റ് സർവീസസ് ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പം നമ്മൾ ലിസ്ബൺ സ്റ്റേഷനിലെത്തി. ലിസ്ബൺ സ്റ്റേഷൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റേഷനാണ്. പാർക്കിംഗ് സ്പേസ് കണ്ടോ, ഫെസിലിറ്റി നല്ല വലിയ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട്, ഇവിടെ എല്ലാവരും ഗൂഗിൾ മാപ്പ്, നമുക്ക് അറിയത്തില്ല, ഏരിയ അറിയില്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. കറക്റ്റായിട്ട് നമ്മൾ എപ്പോഴും പോയി വരുന്ന ഏരിയ ഒന്നും അല്ലെങ്കിൽ നമുക്ക് അറിയില്ലായിരിക്കും. നമ്മൾ ഗൂഗിൾ മാപ്പിനകത്ത് അടിച്ചു കൊടുത്താണ് എവിടെയാണ് കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടതെന്ന് നോക്കുന്നത്. അപ്പം നമുക്ക് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിൽ നമുക്ക് ബസ് സ്റ്റേഷൻ ഉണ്ടാവും. പിന്നെ ടാക്സി വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. ഇതൊന്നും അല്ലെങ്കിൽ വാക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ബാച്ചിലേഴ്സ് വാക്ക് എന്ന് പറയുന്ന ആ ബോർഡ് കണ്ടില്ലേ, ആ ബോർഡിൽ നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാം. ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ് ഫ്രണ്ട് വരാനായിട്ട്. ഇത് കണ്ടോ, നാരോ സീറ്റഡ് ഒരു സ്ലോപ്പ്, ഒരു ചെറിയ പോർഷൻ മാത്രമേ ആ ബസ് സ്റ്റോപ്പിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ചാരി നിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി ഞങ്ങൾ രാത്രി 10-10:30 ആയപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ശരി, പിന്നെ